ഇത്രയും ക്യൂട്ടായിട്ടുള്ള നെയിം സ്ലിപ്പ് ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിക്കണം. കാരണം നമ്മൾ ഉണ്ടാക്കിയല്ലോ. അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ക്യൂട്ടായിട്ടുള്ള നെയിം സ്ലിപ്പാണ്. അതും പേപ്പർ മാത്രം യൂസ് ചെയ്തിട്ട്. ഇനി എന്തായാലും സ്കൂളൊക്കെ തുറക്കാൻ ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ കുറെ പേരൊക്കെ ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ ബുക്കിന്റെ ഫ്രണ്ടിൽ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള നെയിം സ്ലിപ്പ് ഒക്കെ ഒട്ടിച്ചിട്ട് കുറച്ച് ഷോക്ക് ഇറക്കാലോ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം. ബൈ ദ വേ, ഈ നെയിം സ്ലിപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞതിന്റെ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു പേപ്പർ എടുക്കാം, എന്നിട്ട് നെയിം സ്ലിപ്പിന്റെ അളവിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് നിങ്ങൾക്ക് അറിയാലോ നെയിം സ്ലിപ്പ് ഒക്കെ ഒരു ഏകദേശം എത്ര വരുന്ന അറിയാലോ. അപ്പൊ അതനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ഞാനിവിടെ മെയിൻലി കുറോമി തീമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഇടയിൽ അതല്ലാതെയും കുറെ പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ, അതൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കുക. അതിനുശേഷം അതിന്റെ ഉള്ളിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കണ്ടേ, അതായത് നമ്മുടെ പേര്, ക്ലാസ്, റോൾ നമ്പർ ഒക്കെ അതൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം. ഇതൊക്കെ വരച്ച് വന്നിട്ടും എവിടേക്കോ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ ചെയ്തപ്പോൾ ഞാൻ ഡോട്ടഡ് ലൈൻസ് യൂസ് ചെയ്തിട്ട് ബോർഡേഴ്സ് ഒക്കെ ഒന്ന് വരച്ചു കൊടുത്തു. ഇപ്പൊ കാണാൻ ഭംഗിയൊക്കെ ഉണ്ടല്ലേ. പിന്നെ ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ട്രാൻസ്പെറന്റ് ഷീറ്റിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കാണാൻ ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. അപ്പൊ ഓക്കെ, ബൈ.